പൊന്നിത്തങ്കത്തിന് ഏഴരക്കണ്ടം ഒരുങ്ങി. ഇന്ത്യയിലും വിദേശങ്ങളിലുമുള്ള കളരി സംഘങ്ങളെ അണിനിരത്തി നടക്കുന്ന പൊന്നിത്തങ്കം ഈ മാസം 16 മുതൽ 22 വരെയാണ് നടക്കുക. ലോകശ്രദ്ധ നേടിയ പൊന്നിത്തങ്കത്തിന് കതിരൂർ പൊന്നിത്തെ ഏഴരക്കണ്ടത്തിൽ അരങ്ങൊരുങ്ങുന്നു. ഇന്ത്യയിലും വിദേശങ്ങളിലുമുള്ള കളരി സംഘങ്ങളെ അണിനിരത്തി സംഘടിപ്പിക്കുന്ന പൊന്നിത്തങ്കം പകർത്താനും പഠിക്കാനും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ഗവേഷകരും ഗവേഷണ വിദ്യാർത്ഥികളും ഇത്തവണ എത്തും. പരിപാടികൾക്ക് ഈ മാസം 16-ന് തിരിതെളിയും. 22 വരെ നീളുന്ന പരിപാടിയിൽ കളരിപ്പയറ്റിന് പ്രാമുഖ്യം നൽകുന്നതിനോടൊപ്പം വ്യത്യസ്ത സാംസ്കാരിക പരിപാടികളും ഒരുക്കിയതായി ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക വകുപ്പ്, ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പുല്യോടി പാട്യം ഗോപാലൻ സ്മാരക വായനശാല എന്നിവ സഹകരിച്ചാണ് പൊന്നിത്തങ്കം സംഘടിപ്പിക്കുന്നത്. അനാർക്കലി മരക്കാർ, വിധു പ്രതാപ്, നരേഷ് അയ്യർ, സച്ചിൻ വാര്യർ, രമ്യ നമ്പീശൻ, ഹരിശങ്കർ, ഗൗരി ലക്ഷ്മി തുടങ്ങിയവരുടെ പരിപാടികളും വിവിധ ദിവസങ്ങളിൽ അരങ്ങേറും. സാംസ്കാരിക വകുപ്പ്, കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പാട്യം ഗോപാലൻ സ്മാരക വായനശാല പുല്ലോടി ഇത്രയും സ്ഥാപനങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് പൊന്നത്ത് ഏഴരക്കണ്ടത്തിൽ പൊന്നിത്തങ്കം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു പുതിയ എഡിഷനിലേക്ക് വരുമ്പോൾ പഴയ മിത്തിനെ അധികരിച്ചുകൊണ്ട് ഒരു ജനതയെ, ഒരു ഗ്രാമത്തിൻ്റെ പാഠം പഠിപ്പിക്കണം. സ്വാഭാവികമായും കടത്തനാടിൻ്റേതും വടക്കേ മലബാറിലേതും നമ്മുടെ ഒരു വലിയ ചരിത്രം, കായിക മേഖലയിൽ ഒരു വലിയ ചരിത്രം, മാർഷൽ ആർട്ടിൻ്റെ ഒരു വലിയ ചരിത്രം ഇതിലൂടെ അനാവരണം ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട്. പൊന്നിത്ത് ഏഴരക്കണ്ടത്തിൽ വെച്ചാണ് കൊയ്ത്ത് നടന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. സ്വാഭാവികമായും പുല്ലോടിയിലെ പാട്യം ഗോപാലൻ വായനശാലയുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് ഇന്ന് അഖിലേന്ത്യാ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും അറിയപ്പെടുന്ന ഒരംഗമായി ഇത് മാറിയിട്ടുണ്ട്. പൊന്നിത്തങ്കം കേട്ടിട്ട് വരുന്നവർ, അറിഞ്ഞു വരുന്നവർ, നെറ്റിലൂടെ അറിഞ്ഞു വരുന്നവർ, അങ്ങനൊരു വലിയ ആളുകൾ എത്തിച്ചേരുന്ന ഒരു മഹാസംരംഭമാണ് ഫെബ്രുവരി 16 മുതൽ 22 വരെ പൊന്നം ഏഴരക്കണ്ടത്തിൽ വെച്ച് നടക്കുന്നത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ, PP സനൽ, SK അർജുൻ, NP വിനോദ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.